ഹായ് ഹലോ വെൽക്കം ടു ഓൾ സ്കോളേഴ്സ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് സീരീസ് 2 ആണ്. അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. സെക്കൻഡ് പാർട്ടാണ്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെരി നെക്സ്റ്റ് ഡേ ഇതിന്റെ ആൻസർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള വസ്ത്രനാര്. ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള വസ്ത്രനാര്. രണ്ടാമത്തെ ചോദ്യം, ഏതു നൂറ്റാണ്ടിലാണ് തുണി വ്യവസായം ആരംഭിച്ചത്? ഏതു നൂറ്റാണ്ടിലാണ് തുണി വ്യവസായം ആരംഭിച്ചത്? മൂന്നാമത്തെ ചോദ്യം, വികര എന്തിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? വികര എന്തിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നാലാമത്തെ ചോദ്യം, ഉണങ്ങിയ പരുത്തിയിൽ നിന്നും കുരു കളയുന്ന പ്രക്രിയ. ഉണങ്ങിയ പരുത്തിയിൽ നിന്നും കുരു കളയുന്ന പ്രക്രിയ. അഞ്ചാമത്തെ ചോദ്യം, ഗ എന്ന ആകൃതിയിലുള്ള ഉപകരണം. അഞ്ചാമത്തെ ചോദ്യം, ഗ എന്ന ആകൃതിയിലുള്ള ഉപകരണം. ആറാമത്തെ ചോദ്യം, ഇരട്ട നൂൽ ഉപയോഗിച്ച് ചെയ്യുന്ന ടാക്കിംഗ്. ഇരട്ട നൂൽ ഉപയോഗിച്ച് ചെയ്യുന്ന ടാക്കിംഗ്. ഏഴാമത്തെ ചോദ്യം, രണ്ട് കഷ്ണം തുണി ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നതിനെ എന്തു പറയുന്നു? രണ്ടു കഷ്ണം തുണി ഒന്നിച്ച് കൂട്ടിച്ചേർക്കുന്നതിനെ എന്തു പറയുന്നു? ഡ്രസ് സീമിന്റെ മറ്റൊരു പേര്. എട്ടാമത്തെ ചോദ്യം, ഡ്രസ് സീമിന്റെ മറ്റൊരു പേരെന്ത്? ഒമ്പതാമത്തെ ചോദ്യം, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന്റെ മറ്റൊരു പേര്. ഒമ്പതാമത്തെ ചോദ്യം, ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന്റെ മറ്റൊരു പേര്. പത്താമത്തെ ചോദ്യം, നേരിയ തുണികൾ തയ്ക്കുമ്പോൾ അതിന്റെ അറ്റം മടക്കി ഹെം ചെയ്യുന്നതിന് പകരം വളരെ നേരിയതായിട്ട് ചുരുട്ടി അതിനു മീതെ ചെയ്യുന്ന സ്റ്റിച്ച്. നേരിയ തുണികൾ തയ്ക്കുമ്പോൾ അതിന്റെ അറ്റം മടക്കി ഹെം ചെയ്യുന്നതിന് പകരം വളരെ നേർമയായിട്ട് ചുരുട്ടി അതിനു മീതെ തയ്ക്കുന്ന സ്റ്റിച്ച്. 11ാമത്തെ ചോദ്യം, പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം. 11ാമത്തെ ചോദ്യം, പരുത്തി ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം. 12ാമത്തെ ചോദ്യം, ബാലരാമപുരം കസവ് സാരികൾ ഏതു സംസ്ഥാനത്തിന്റെ ആണ്? 12ാമത്തെ ചോദ്യം, ബാലരാമപുരം കസവ് സാരികൾ ഏതു സംസ്ഥാനത്തിന്റേതാണ്? 13ാമത്തെ ചോദ്യം, തുണി നിർമ്മിക്കുന്നതിനുള്ള യന്ത്രം. 13ാമത്തെ ചോദ്യം, തുണി നിർമ്മിക്കുന്നതിനുള്ള യന്ത്രം. 14ാമത്തെ ചോദ്യം, ഫുൾ ഫോം ഓഫ് ML റേഷ്യോ. 14ാമത്തെ ചോദ്യം, ഫുൾ ഫോം ഓഫ് ML റേഷ്യോ. 15ാമത്തെ ചോദ്യം, വെള്ളത്തിൽ അലിയുന്ന ചായം. 15ാമത്തെ ചോദ്യം, വെള്ളത്തിൽ അലിയുന്ന ചായം. 16ാമത്തെ ചോദ്യം, ഡെക്കറേറ്റീവ് ഡൈയുടെ മറ്റൊരു പേര്. 16ാമത്തെ ചോദ്യം, ഡെക്കറേറ്റീവ് ഡൈയുടെ മറ്റൊരു പേര്. 17ാമത്തെ ചോദ്യം, സർദോസിയുടെ ആരംഭം. 17ാമത്തെ ചോദ്യം, സർദോസിയുടെ ആരംഭം. 18ാമത്തെ ചോദ്യം, പൗൺസിംഗ് മെത്തേഡിൽ ദ്വാരമിടാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 18ാമത്തെ ചോദ്യം, പൗൺസിംഗ് മെത്തേഡിൽ ദ്വാരമിടാൻ ഉപയോഗിക്കുന്ന ഉപകരണം. 19, കാന്ത വർക്കിലും ചിക്കൻ കാരി വർക്കിലും ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. 19ാമത്തെ ചോദ്യം, കാന്ത വർക്കിലും ചിക്കൻ കാരി വർക്കിലും ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. 20ാമത്തെ ചോദ്യം, എംബ്രോയ്ഡറി തയ്യലുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച്. 20ാമത്തെ ചോദ്യം, എംബ്രോയ്ഡറി തയ്യലുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള സ്റ്റിച്ച്. അപ്പോൾ ഇന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ ആൻസർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ക്വസ്റ്റ്യൻ മാത്രമുള്ള വീഡിയോ നിങ്ങൾക്ക് എടുത്ത് സെപ്പറേറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആൻസർ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.